അജിത നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് പാചക വിശേഷം ഒന്നും ഇല്ല കേട്ടോ. ഇന്ന് പാചക വിശേഷം ഒന്നും ഇല്ലാത്തതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് അമ്പലത്തിൽ പ്രസാദകൂട്ടുണ്ട്. കുറേ നാളായി ഞാൻ പോയിട്ട്, തന്നെയല്ല നമ്മുടെ അടുത്തുള്ളവരുടെയാണ്. അപ്പോഴത്തേക്ക് അവർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് പ്രസാദകൂട്ടിന് ചെല്ലണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം പറഞ്ഞപ്പോൾ നമ്മൾ പോകാതിരിക്കുന്ന മോശമല്ലേ, അപ്പം ഒന്ന് പോകണം. അപ്പം അവിടെ പോകാനായിട്ടാണ് ഇങ്ങനെ ഒരുങ്ങി നിൽക്കുന്നത്. അപ്പോൾ ഒരുങ്ങി നിന്ന് കഴിഞ്ഞപ്പോൾ ഓർത്ത് എന്നാൽ ഇൻട്രഡക്ഷനും കൂടി എടുത്തേക്കാന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്കും ബാക്കി പറഞ്ഞില്ലല്ലോ. പിന്നത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് ഇന്ന് നമ്മുടെ വീഡിയോ തുടങ്ങുന്നത് ഒരു ഭക്തി ഗാനവുമായിട്ടാണ്. നമ്മുടെ രഘുചേട്ടൻ്റെ പാട്ടാണ്. ഭക്തി ഗാനമായിട്ടാണ് ഇന്ന് നമ്മുടെ വീഡിയോ തുടങ്ങുന്നത്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നല്ല സൂപ്പർ ടിപ്സ് ഉണ്ട്. അപ്പം അതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ഫേഷ്യൽ ചെയ്യുന്നതിന് പകരം ഈ ഒറ്റ ഒരു ഫേഷ്യൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരെണ്ണമാണ്. അപ്പം ഞാനത് എൻ്റെ അനുഭവത്തിൽ കൂടെ ഉള്ള ടിപ്സാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പം നമ്മുടെ മുഖത്തിന് നല്ല ബ്രൈറ്റ്നെസ്സും ഗ്ലോയും എല്ലാം കിട്ടാൻ നല്ല ഒരു ടിപ്സാണ്. അത് ഇപ്പം ചെയ്തിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ഇൻട്രോ എടുത്തുകൊണ്ട് നിൽക്കുന്നത്. അപ്പം എന്താ നല്ല മാറ്റമുണ്ട്, എനിക്ക് നല്ല മാറ്റം കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പം ഇനി കൂടുതൽ അങ്ങോട്ട് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നില്ല. വീഡിയോ ലെന്തായി പോവുകയും ചെയ്യുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് നമുക്ക് കാര്യത്തിലേക്ക് കടക്കണ്ടേ. അപ്പം എൻ്റെ ഇന്നത്തെ വീഡിയോ എല്ലാവരും കാണണം കേട്ടോ. എല്ലാവരും കാണേണ്ട ഒരു വീഡിയോ ആണ്, കണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ പുതുതായി കാണുന്നവരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പം ഇന്ന് നമുക്ക് ഒരു പാട്ട് കേൾക്കാമല്ലേ? പാട്ടല്ല, ഫിലിം സോങ് അല്ലേ എപ്പോഴും പാടുന്നത്. ഇന്ന് നമുക്കൊരു ഭക്തിഗാനം കേട്ടാലോ അല്ലേ? എല്ലാവർക്കും ഇഷ്ടമല്ലേ ഭക്തിഗാനമൊക്കെ കേൾക്കാനായിട്ട്? അപ്പം ഞാൻ പറഞ്ഞ് എപ്പോഴും നമ്മൾ ഫിലിം സോങ് അല്ലേ പാടുന്നത്, ഇന്ന് നമുക്ക് ഭക്തിഗാനം പാടാന്ന് പറഞ്ഞു. അപ്പം രഘുചേട്ടൻ്റെ ഒരു പാട്ട് നമുക്ക് ഇപ്പം കേൾക്കാം കേട്ടോ. അപ്പോൾ ഒരു ഭക്തി പാട്ട് പാടാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ഭക്തി പാട്ട് പാടാം. കർക്കിടക മാസമൊക്കെ അല്ലേ വരുന്നത്. അപ്പോൾ ഭക്തി സാന്ദ്രമായിട്ടൊരു ഗണപതി സ്വസ്ത്രം പാടാം. ഓക്കെ, യേശുദാസൻ്റെ ഗണപതി ഭഗവാനേ നമാമി, ഗണപതി ഭഗവാനേ, ഗണപതി ഭഗവാനേ നമാമി, ഗണപതി ഭഗവാനേ. ഉണരും പ്രഭാതത്തിൻ കവിസിൽ നിന്നുണരും പഴവങ്ങാടിയുള്ളി ഗണപതിയേ, ഗണപതി ഭഗവാനേ നമാമി, ഗണപതി ഭഗവാനേ. ഉമയ്ക്കും മഹേശ്വരനും ഒരു വലം വെക്കുമ്പോൾ ഉലകത്തിലൊക്കെയും നിൻ പ്രദക്ഷിണമായി ഹരിശ്രീ എന്നെഴുതുമ്പോൾ. എനിക്ക് ഈ പാട്ട് ഇത്ര അറിയത്തുള്ളൂ, മറന്നുപോയി. വേറൊരു പാട്ട് നാലുപേരും കൂടെ പാടാം കേട്ടോ. ആന കേറാമല ആളു കേറാമല, അവിടെ വിടർന്നൊരു പൊന്താമര. ആന കേറാമല ആളു കേറാമല, അവിടെ വിടർന്നൊരു പൊന്താമര. ഇന്ന് ഇത്ര മതി. ഇനി ഒരു ഫുൾ പാട്ട് പഠിച്ചുകൊണ്ട് എല്ലാ 4 ലൈൻ അല്ല, നമുക്ക് മാത്രമല്ല മിക്കവർക്കും ഇങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ? ഇങ്ങനെ മൂളിപ്പാട്ട് പാടി ഇപ്പൊ 4 ലൈനൊക്കെ എല്ലാവർക്കും അറിയത്തുള്ളൂ, ബാക്കിയൊന്നും ഓർക്കത്തില്ല. നമ്മൾ ചുമ്മാ ഇരിക്കുമ്പോൾ ചിലപ്പോൾ ഓർക്കും. പിന്നെ ഒരു ഫുൾ ലെങ്ത് പാട്ട് പാടിയ 3 മിനിറ്റ് പോകുമ്പോഴത്തേക്കും വീഡിയോ ഇത്ര ലെങ്താവും. പിന്നെ തന്നെ പാടാൻ വിളിക്കത്തേ. ശരി, അപ്പം ഞാനത് പുറത്ത് പോയിട്ട് വരാം. ഓക്കെ, ഞങ്ങളുടെ ചാനലൊക്കെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം നമുക്ക് നമ്മുടെ ഇന്നത്തെ ടിപ്സ് എന്താണെന്ന് കണ്ടു നോക്കാം. എങ്ങനെയാണ് ഇതൊക്കെ ഉണ്ടാക്കി എടുത്തിരിക്കുന്നത്, എങ്ങനെയാണ് ഇതൊക്കെ ഫേസിൽ അപ്ലൈ ചെയ്യേണ്ടത് എന്നൊക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ കുറച്ച് അരിപ്പൊടി എടുത്തിരിക്കുന്നത് കേട്ടോ. ഈ ഒരു തവിക്ക് ഞാൻ ഒരു തവി അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഒരു ശകലം ഞാൻ കൂടുതൽ എടുത്തിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ചെയ്യുമ്പോഴേ നമുക്കത് മനസ്സിലാകത്തുള്ളൂ. തീരെ ഇച്ചിരി എടുക്കരുത്, ഒരു ശകലം എടുക്കുക കണ്ടോ. എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഇപ്പം പാല് പിടിക്കത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെള്ളം ചേർത്ത് വേണമെങ്കിലും ഇതിങ്ങനെ മിക്സ് ചെയ്യാം കേട്ടോ.
ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കാണിക്കാമേ. അപ്പം ഇത് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തു. ഇനി നമുക്കിതൊന്ന് സ്റ്റൗവിൽ വെച്ചിട്ടൊന്ന് കുറുക്കി കൊടുക്കാം. നമ്മൾ കുഞ്ഞുങ്ങൾക്കൊക്കെ കുറുക്കുണ്ടാക്കത്തില്ലേ, അതുപോലെ നമ്മളൊന്ന് ഇതൊന്ന് കുറുക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അടുക്കി പിടിക്കാനുള്ള ഇത് വരരുത്. അടുക്കി പിടിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കാര്യം പോക്കാണ്. അതുകൊണ്ട് അത് ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട് കേട്ടോ. നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുത്താൽ മതി. അപ്പം അടിക്കൊന്നും പിടിക്കത്തില്ല. അപ്പം ഇത് ഞാൻ കുറുക്കിയിട്ട് കാണിച്ചു തരാവേ, അല്ലെങ്കിൽ വീഡിയോ കൂടുതൽ ലെന്തായി പോകും. അതാണ്. അപ്പം എന്താ, ഇത് നന്നായിട്ട് ഇതാ കുറുകി വന്നിട്ടുണ്ട് കണ്ടോ. ഈ ഒരു പരുവത്തിൽ വേണം കണ്ടോ. കൂടുതൽ അങ്ങോട്ട് ഡ്രൈ ആയി പോകരുത്. ഇതേമാതിരി കിട്ടണം. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ആദ്യം തന്നെ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് പാല് ഫേസിൽ പിടിക്കാത്തവർ, പാല് അങ്ങനെയൊക്കെ അലർജിയൊക്കെ ഉള്ളവരൊക്കെ ഉണ്ടല്ലോ. അപ്പം അവർക്ക് പാലൊഴിക്കാതെ വെള്ളം ഒഴിച്ചാണെങ്കിലും നമുക്കിതുപോലെ കുറുക്കിയെടുക്കാം. പാല് പിടിക്കുന്നവർക്കാണെങ്കിൽ പാലാണ് നല്ലത് കേട്ടോ. പിന്നെ ഇപ്പം വെള്ളം ഒഴിച്ചെന്നും പറഞ്ഞിട്ടും കുഴപ്പമൊന്നുമില്ല. അപ്പം ഇനി ഇത് ചൂടാറട്ടെ. അങ്ങനെ നമ്മുടെ കുറുക്കൊക്കെ റെഡിയായി. നല്ല സ്റ്റൈലില്ലേ ഇരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ തന്നെ ഇങ്ങനെ തോണ്ടി തിന്നാൻ തോന്നുമല്ലേ. എനിക്ക് പാൽ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ആ പണിക്ക് പോകുന്നില്ല കേട്ടോ. അപ്പം 5-6 ഫേഷ്യല് ചെയ്യുന്നതിൻ്റെ എഫക്റ്റാണ് ഈ ഒറ്റ ഫേഷ്യൽ കൊണ്ട് നമുക്ക് കിട്ടുന്നത്. ഡയമണ്ട് ഫേഷ്യലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഡയമണ്ട് ഫേഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയമണ്ടിന്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. ഇത് ചെയ്യുമ്പോൾ തന്നെ ഇത് 4 സ്റ്റെപ്പ് ഉണ്ട്. ഈ 4 സ്റ്റെപ്പും ചെയ്യണം. ഈ 4 സ്റ്റെപ്പും ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മുടെ മുഖത്ത് ഈ പറയുന്ന ഗ്ലോയും സോഫ്റ്റ്നെസ്സും ബ്രൈറ്റ്നെസ്സും ഒക്കെ കിട്ടത്തുള്ളൂ. അപ്പം ഇത് നല്ല സൂപ്പറാണ് കേട്ടോ. ഇപ്പം ചെയ്യാത്തവർക്ക് ചെയ്ത് നോക്കാം. അപ്പം ഞാനിത് എങ്ങനെയാ ചെയ്യുന്നതെന്ന് കാണിച്ചു നോക്കാം. ഇപ്പം ഈ 4 സ്റ്റെപ്പ് ഉണ്ടെന്ന് പറയുമ്പോൾ ആരും പേടിക്കേണ്ട ഒരു കാര്യവുമില്ല. ഈ 4 സ്റ്റെപ്പിലും നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. എപ്പോഴും നമ്മൾ നിത്യ ഉപയോഗ സാധനങ്ങൾ എടുത്ത് മാത്രം ചെയ്യുന്ന ഫേഷ്യലാണ് ഈ ഫേഷ്യല്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ബ്യൂട്ടി പാർലറിൽ പോയി ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ എഫക്റ്റ് ഒരു 2 ആഴ്ചയോളം ഒക്കെ നിൽക്കും. പക്ഷെ ഇത് നാച്ചുറൽ ആയിട്ടുള്ള കാര്യമായതുകൊണ്ട് ഇതൊരു 5-6 ദിവസം മാത്രമേ നിൽക്കത്തുള്ളൂ. എന്നാലും നമ്മൾ ഈ പല 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 ഫേഷ്യൽ ചെയ്യും. അതിൽ ഈ 5-6 എണ്ണം ചെയ്യുന്നതിൻ്റെ ഫലമാണ് ഈ ഒരെണ്ണം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഡയമണ്ട് ഫേഷ്യൽ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മുഖം കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാൻ പറ്റും. ഇത് നിങ്ങളോട് ഞാൻ ചുമ്മാ പറയുന്ന ഒരു കാര്യമല്ല. ഇത് ചെയ്ത് നോക്കിയിട്ട് എൻ്റെ അനുഭവത്തിലൂടെ ഞാൻ പറയുന്നതാണ്. ഞാൻ ഇതുമാതിരിയുള്ള ടിപ്സുകളൊക്കെ ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ. ഇതൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മുഖത്തുള്ള ചെറിയ ചെറിയ സ്പോട്ടുകളും എല്ലാം മാറി കിട്ടുകയും ചെയ്യും. മുഖം നല്ല ഗ്ലോ ആയിട്ട് കിട്ടുകയും ചെയ്യും. ഇനി ഞാൻ കൂടുതൽ പറയുന്നില്ല. ഇതിപ്പം എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മുഖം നല്ലതുപോലെ സോപ്പിട്ട് കഴുകി വരിക. വന്നല്ലോ, ഞാൻ ഇപ്പം വന്നിട്ടുണ്ട്. മുഖം നല്ലതായിട്ട് സോപ്പിട്ടൊക്കെ കഴുകി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് കേട്ടോ. കുറച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിന് ആവശ്യമായിട്ടുള്ളത് മാത്രം ഇട്ട് കൊടുത്താൽ മതിയാകും. എനിക്കിപ്പോൾ ഇത്രയും മതി. കാണാൻ പറ്റുന്നില്ല. ഇത്രയും മതി. അപ്പം ഞാനത് എടുത്തു. നമ്മുടെ ഈ ഒരു ഫേസിന് മാത്രം മതിയല്ലോ. ഇനി ഇത് എടുത്തിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്തോട്ട് പാല് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ഞാനിത് കുറുക്കിയെടുത്തതും പാല് വെച്ച് തന്നെയാണ്. അപ്പം ഞാൻ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുന്നതും പാലൊഴിച്ചാണ്. എന്താ, അപ്പം നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് ഇതാണ് കേട്ടോ. പാടുണ്ടോ ആദ്യത്തെ സ്റ്റെപ്പിന്? ഇല്ല. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ആ അരിപ്പൊടി കുറുക്കി എടുക്കുമ്പോഴത്തേക്കും ഭയങ്കര ഡ്രൈ ആയി പോകരുത്. ഭയങ്കര ഡ്രൈ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഇങ്ങനെ പാലിനകത്തോട്ട് അലിയുമ്പോഴത്തേക്കും ഭയങ്കര കട്ടയായിട്ടൊക്കെ വരും. അതുകൊണ്ട് ഞാൻ കാണിച്ചല്ലോ, പരുവത്തിലെടുത്ത ഒരു കുഴപ്പമില്ല. ഇത് കണ്ടോ, ഈ പരുവം കണ്ടോ. പാലും നമ്മൾ കുറുക്കി വെച്ച അരിപ്പൊടിയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനി നമുക്കിത് നമ്മുടെ ഫേസിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ആദ്യത്തെ സ്റ്റെപ്പാണിത്. ആദ്യത്തെ സ്റ്റെപ്പ് ഇത് ക്ലെൻസിങ് കേട്ടോ. നമ്മൾ മുഖം നന്നായിട്ട് സോപ്പിട്ട് കഴുകിയതാണ്. എങ്കിലും നമ്മുടെ മുഖത്ത് അഴുക്കൊക്കെ കാണും. അപ്പം നമ്മൾ നന്നായിട്ട്
നമ്മുടെ മുഖം ദാ ഇത് വെച്ച് ഇങ്ങനെ പതുക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഇതിങ്ങനെ ഇട്ടിട്ട് കുറേ നേരം ഇരിക്കേണ്ട ഒന്നും ഒരു കാര്യവുമില്ല. പയ്യനെ നമ്മളിങ്ങനെ മസാജ് ചെയ്ത് കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കിത് തുടച്ച് മാറ്റാം. തുടച്ച് മാറ്റുമോ കഴുകിക്കളയോ എന്ത് വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ നമ്മുടെ പൊട്ട് മാറ്റാനായിട്ട് മറന്നു പോയായിരുന്നു. അപ്പം പൊട്ട് മാറ്റിയില്ലെങ്കിൽ അടുത്ത കമൻറ്റ് ഉടനെ വരും, ചേച്ചി പൊട്ട് മാറ്റത്തില്ലേ, അല്ലെങ്കിൽ പൊട്ട് ചേച്ചിയുടെ എത്ര മുഖം കഴുകിയാലും പോകത്തില്ലേ എന്നൊക്കെ ചോദിച്ചു വരും. പൊട്ട് എത്ര മുഖം കഴുകിയാലും പോകത്തില്ല കേട്ടോ, അത് സ്റ്റിക്കറല്ലേ. അപ്പം അതിങ്ങനെ പറ്റി പിടിച്ച് തന്നെ ഇരിക്കും. ഞാൻ ഈ പാല് എനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് പാലിൻ്റെ മണം ഇങ്ങനെ മുഖത്ത് പരട്ടുമ്പോഴത്തേക്ക് ആ പാലിൻ്റെ മണം വന്നു കഴിയുമ്പോൾ ഒരു ഇച്ചിരി ഇതാണ്. പക്ഷേ ഞാൻ അതൊന്നും നോക്കത്തില്ല. പക്ഷേ പാല് നമ്മുടെ മുഖത്തിന് നല്ലതാണ്, നല്ല ഒരു ക്ലെൻസറാണ്. പാലില്ലെങ്കിൽ തൈരുണ്ടെങ്കിൽ തൈര് ഒഴിച്ചാണെങ്കിൽ ഇത് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ പറയാൻ വിട്ടുപോയായിരുന്നു. തൈര് ഒഴിച്ചായാലും നമുക്കത് മിക്സ് ചെയ്തെടുക്കാം. കണ്ടോ, ചെയ്ത് കഴിഞ്ഞു. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് പയ്യനെ ഒന്നും കൂടെ നമ്മുടെ ഫേസിൽ നമുക്കിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് തുടച്ച് മാറ്റാം. ഇത് ഇട്ടോട്ട് കുറേ നേരം ഒന്നും ഇരിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. നമ്മൾ അപ്പം തന്നെ അങ്ങ് തുടച്ച് മാറ്റുക. അപ്പം തന്നെ അല്ല, നമ്മളിങ്ങനെ ഇട്ടിട്ടൊന്ന് ഒരു മസാജ് കൊടുക്കുക, എന്നിട്ട് നമ്മൾ തുടച്ച് മാറ്റുക കേട്ടോ. നമ്മുടെ മുഖം ഒന്ന് നല്ലതായിട്ട് ക്ലീൻ ആകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പണിക്ക് പോകുന്നത്. ചെയ്യുമ്പം കഴുത്തിലും കൂടെ ചെയ്യുക കേട്ടോ. വെള്ളം കൂടെ മുക്കി തുടയ്ക്കുക, അല്ലെങ്കിൽ ശരിക്കും അങ്ങോട്ട് പോകത്തില്ല. അരിപ്പൊടിയല്ലേ, അരിപ്പൊടി എടുക്കുമ്പോഴും ശ്രദ്ധിക്കണം. നല്ല നൈസായ പൊടി എടുക്കുക. ഇടിയപ്പത്തിൻ്റെ പൊടിയോ അപ്പത്തിൻ്റെ പൊടിയോ എടുക്കുക കേട്ടോ. അല്ലെങ്കിൽ തരിതരിപ്പുള്ളതാകുമ്പോഴത്തേക്കും ശരിയാകത്തില്ല. ഒരുപാട് തരിതരി കൊള്ളത്തില്ല. പുട്ടിൻ്റെ പൊടി എടുക്കരുത് കേട്ടോ. അപ്പം അത് കഴിഞ്ഞു. ഇനി നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണിച്ചു. രണ്ടാമത്തെ സ്റ്റെപ്പിനും നമ്മൾ ഈ കുറുക്കി വെച്ച കുറുക്ക് കുറച്ച് എടുക്കുക. കുറച്ച് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ മുഖത്തിന് അത്രയും വേണം, അത്രയും മാത്രം എടുത്താൽ മതി കേട്ടോ. കൂടുതലൊന്നും എടുക്കണ്ട. നമ്മുടെ ഫേസിൽ എത്ര വേണം അത്രയും എടുത്തു. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ചസാരയാണ്. പഞ്ചസാര ഭയങ്കര തരിയുള്ള പഞ്ചസാര എടുക്കരുത്. ഇതിപ്പോൾ ചെറിയ തരിയാണ്, അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. വലിയ തരിയുള്ള പഞ്ചസാരയാണെങ്കിൽ ഒന്ന് പൊടിച്ചതിന് ശേഷം മാത്രം ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക. അറിയാലോ. ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് തേനാണ്. അപ്പം നമ്മുടെ അരിപ്പൊടി കുറുക്കിയത്, പഞ്ചസാര, തേൻ. രണ്ടാമത്തെ സ്റ്റെപ്പിന് അത്രയാണ് ചെയ്യേണ്ടത്. ഇനി തേൻ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. ഇനി ഇതിനകത്തോട്ട് നമ്മൾ വേറെ ഒന്നും പാലും ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. തേന്, പഞ്ചസാര, നമ്മൾ അരിപ്പൊടി കുറുക്കിയത്, ഇത്രയും സാധനങ്ങളാണ്. ഇനി ഇത് രണ്ടാമത്തെ സ്റ്റെപ്പാണ്. നമുക്കിനി ഇത് ഫേസിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കണ്ടോ. പഞ്ചസാര ഇതിനകത്തോട്ട് ഇടുമ്പോഴത്തേക്കും അത് തേനൊക്കെയല്ലേ, അപ്പം അത് അലിയും. അപ്പം ഇത് ചെറുതായിട്ട് നമ്മളൊന്ന് മുഖത്തിനൊരു സ്ക്രബ് കൊടുക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതൊക്കെ ചെയ്ത് വരുമ്പോൾ നമ്മുടെ ഫേസിലുണ്ടാകുന്ന മാറ്റം കണ്ടോണം. എൻ്റെ ദൈവമേ. തേനെന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ മുഖത്തിന് ഒരുപാട് നല്ലതാണ്. അതുപോലെ അരിപ്പൊടി, ഇതിനകത്ത് ചേർക്കുന്ന സാധനങ്ങളെല്ലാം ഒരുപാട് നല്ലതാണ്. അപ്പം നമ്മൾ മുഖത്ത് ഇതുപോലെ ഇപ്പം പഞ്ചസാര വലിയ തരി ഇടരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ചെറിയ തരിയാണെങ്കിൽ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. ഇതിപ്പോൾ ഇതിനകത്ത് ഇടുമ്പോൾ തന്നെ ഇതെല്ലാം അലിഞ്ഞു പോകും കേട്ടോ. പഞ്ചസാര അങ്ങനെയാണല്ലോ, തേനും അരിപ്പൊടിയും പഞ്ചസാരയല്ലേ. നല്ല മണം തേനിൻ്റെ. നമ്മുടെ കണ്ണിൻ്റെ താഴെയിലും എല്ലാം പയ്യനെ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക.
അതൊക്കെ ഇങ്ങനെ നമുക്ക് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ടാമത്തെ സ്റ്റെപ്പും കുറേ നേരം ഒന്നും ഇട്ടുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. ഇത് ഞാൻ കഴുത്തിലും കൂടെ തേച്ച് കൊടുത്തത് നല്ലത് കേട്ടോ. കഴുത്തിലും കൂടെ തേച്ച് കൊടുക്കാം. ആദ്യത്തെ പിന്നെ ഞാൻ ആദ്യത്തെ ക്ലെൻസിങ് ഇല്ലായിരുന്നു, ഞാൻ കഴുത്തിൽ തേച്ചില്ല. കഴുത്തിലും കൂടെ തേച്ച് കൊടുക്കും. മുഖത്ത് ഫുള്ളായി. അതൊക്കെ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. നമ്മളിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലഡ് സർക്കുലേഷനൊക്കെ നന്നായിട്ട് കിട്ടും. അതുകൊണ്ടാണ് ഇത് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മുഖത്തിൻ്റെ ആ ഗ്ലോയൊക്കെ കണ്ടാണ് നല്ല സൂപ്പറാണ്. അപ്പം ഈ രണ്ടാമത്തെ സ്റ്റെപ്പ് നമ്മുടെ കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇത് തുടച്ചു മാറ്റാം. ഇട്ടുകൊണ്ടൊന്ന് ഈ ആദ്യത്തേതും രണ്ടാമത്തെ സ്റ്റെപ്പ് ഒന്നും ഇട്ടുകൊണ്ട് ഒരുപാട് നേരം ഇരിക്കണ്ട. നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ പതുക്കെ ഒന്ന് മസാജ് കൊടുത്തതിന് ശേഷം ഇത് നമ്മളങ്ങ് തുടച്ച് മാറ്റുക. ഒന്നുകൂടെ തുടച്ചേക്കാം. രണ്ട് സ്റ്റെപ്പ് ചെയ്തപ്പോൾ തന്നെ നമുക്ക് ആ മാറ്റം നന്നായിട്ട് അറിയാനായിട്ട് പറ്റും. അപ്പം ഇനി നമ്മൾ 2 സ്റ്റെപ്പും കൂടെ ചെയ്യാനുണ്ട്. അപ്പോഴത്തെ കാര്യമോ പറയണ്ട അല്ലേ. 2 എണ്ണം കഴിഞ്ഞു കണ്ടോ. ഇനി അടുത്ത സ്റ്റെപ്പ് നോക്കിക്കോ എന്തുവാണ്. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെ ഈ അരിപ്പൊടി കുറുക്കിയതെടുക്കുക. കുറച്ച് കേട്ടോ. അരിപ്പൊടി കുറുക്കിയതെടുത്തു. ഇനി ഇതിനകത്തേക്ക് ചേർക്കാൻ പോകുന്നത് നമ്മുടെ അലോവര ജെല്ലാണ്. ഇനിയിപ്പോൾ അലോവര ജെല്ല് കടയിൽ നിന്ന് വാങ്ങിച്ചതില്ലെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ എല്ലാവരുടെയും വീട്ടിൽ കാണുമല്ലോ ഫ്രഷ് അലോവര. അപ്പോൾ അത് എന്നാ എടുത്താലും മതിയാകും. അതെടുക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഇങ്ങനെ അതിൻ്റെ ആ മഞ്ഞ ഒരു ദ്രാവകം ഉണ്ടല്ലോ അത് കളഞ്ഞിട്ട് മാത്രമേ എടുക്കാവുള്ളൂ. അത് കളഞ്ഞില്ലെങ്കിലുണ്ടല്ലോ നമുക്ക് നമ്മുടെ ഫേസിലൊക്കെ ചൊറിച്ചിലൊക്കെ വരും. അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. അപ്പം എന്താ ഇതിൻ്റെ കൂട്ടത്തിൽ ഈ അലോവര ജെല്ലും കൂടെ ഇട്ട് കൊടുക്കും. ഇനി ഇതും നന്നായിട്ട് മിക്സ് ചെയ്യുക. അലോവര ജെല്ലും നമ്മുടെ അരിപ്പൊടി കുറുക്കിയതും കൂടെയാണ് ഈ മിക്സ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മുടെ 3ാമത്തെ സ്റ്റെപ്പാണ്. 4 ചെയ്ത് വരുമ്പം നമ്മുടെ ഫേസിൻ്റെ മാറ്റം കണ്ടോണം. സൂപ്പർ മാറ്റമാണ്, അടിപൊളിയാട്ടോ. അപ്പം ഇത് നന്നായിട്ട് മിക്സായി കണ്ട. ഇനി ഇതിപ്പം നമുക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് അലോവര ജെല്ലും അരിപ്പൊടി ഇത് നമ്മൾ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം. ഇത് മസാജിങ് ക്രീമാണെന്ന് പറയാം. ഇത് മസാജിങ് ക്രീമാണ് കേട്ടോ. ഇത് മുഖത്ത് നന്നായിട്ട് ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് മസാജ് കൊടുക്കുക. ഇതും ഫേസിൽ ഒരുപാട് നേരം വെക്കേണ്ട ആവശ്യമില്ല. ഇപ്പം 3 സ്റ്റെപ്പായി കണ്ട. 3 സ്റ്റെപ്പും നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ തന്നെയല്ലേ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പം നമ്മുടെ ഫേസിലുണ്ടാകുന്ന മാറ്റം കണ്ടോണം. ഇപ്പം 2-3 സ്റ്റെപ്പ് കഴിഞ്ഞ് ഇപ്പം ഈ സ്റ്റെപ്പ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ മുഖം കണ്ടോണം നല്ല ഗ്ലോ ആയിട്ടിരിക്കും. ഗ്ലോയും ബ്രൈറ്റ്നസ്സും ഒക്കെ കിട്ടും കേട്ടോ. അതുപോലെ നമുക്ക് എവിടെയെങ്കിലും ഫങ്ഷനോ ഒക്കെ പോകേണ്ടവർക്കാണെങ്കിലും ഒന്നുകിൽ അത് രാവിലെ ചെയ്യുകയോ അല്ലെങ്കിൽ രാത്രി ചെയ്യുകയോ ഇത് എപ്പോഴും ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഏത് ഫേസ് പാക്ക് ചെയ്താലും നമ്മൾ ഉച്ച കഴിഞ്ഞിട്ട് സന്ധ്യ ആകുമ്പോൾ ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ. അതാണ് ഒരുപാട് നല്ലത്. അങ്ങനെ പറയുന്നതിൻ്റെ കാര്യം എല്ലാവർക്കും അറിയാലോ. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ വെയിലത്തിറങ്ങിക്കഴിഞ്ഞാൽ ഇതെല്ലാം അങ്ങ് മങ്ങിപ്പോകുന്നു മാത്രമല്ല ചീത്തയാണ് നമ്മൾ ഫേസ് പാക്കൊക്കെ ഇട്ട് വെയിലത്തിറങ്ങുന്നത് ഒട്ടും നല്ലതല്ല. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. നമ്മുടെ കഴുത്തിലും കൂടെ കുറച്ച് തേച്ച് കൊടുക്കും. അല്ലേ കഴുത്തൊരു കളറ്
മുഖം ഒരു കളർ ആയിട്ടിരിക്കും. വെച്ച് കൊടുക്കണം. ഇത് നമ്മുടെ ഫേസ് നന്നായിട്ടൊന്ന് നമുക്ക് മസാജ് ചെയ്ത് കൊടുക്കാം. ആരും ഇതിനകത്ത് വെള്ളം കോരി ഒഴിച്ചിട്ട് ഇങ്ങനെ ചെയ്യരുത് കേട്ടോ. ആദ്യത്തേത് ഓർക്കുന്നുണ്ടല്ലോ, പാലും നമ്മുടെ അരിപ്പൊടി കുറുക്കിയതും കൂടെ ആയിരുന്നു. രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ തേന്, പഞ്ചസാര, അരിപ്പൊടി കുറുക്കിയത്. പിന്നെ ഇതിപ്പം മൂന്നാമത്തെ സ്റ്റെപ്പ് അലോവേര ജെല്ല്, അരിപ്പൊടി കുറുക്കിയത്. ഇത്രയേ ഉള്ളൂ. അപ്പം ഇത് മസാജ് ചെയ്യണം. ഈ അലോവേര ജെല്ലും അരിപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് നമ്മുടെ മുഖം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം. മസാജ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ബ്ലഡ് സർക്കുലേഷനൊക്കെ നന്നായിട്ട് കിട്ടും. അതുകൊണ്ടാണ് പറയുന്നത് മസാജ് ചെയ്യണത്. ഇതൊരു മസാജിങ് ക്രീമാണ് കേട്ടോ. നെറ്റിയിലൊക്കെ ഇങ്ങനെ നന്നായിട്ട് വെച്ച് കൊടുക്കുക. നെറ്റിയിൽ ചിലവർക്ക് ഈ നെറ്റിയിൽ ഈ ചുളിവൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ മാറാനും ഒക്കെ നല്ലതാണിത്. നല്ലതാണ് കേട്ടോ. എവിടെയെങ്കിലും പോകുമ്പോഴൊക്കെ ആണെങ്കിലും നമുക്ക് പെട്ടെന്ന് ചെയ്യാം. എവിടെയെങ്കിലും പോകുമ്പോൾ തലേദിവസം ഇത് ചെയ്ത് കഴിഞ്ഞാൽ മതിയാകും. രാവിലെ ഇപ്പം എല്ലാവർക്കും ചെയ്യാനൊന്നും സമയം കിട്ടത്തില്ല. തന്നെയല്ല, ഇത് ചെയ്തിട്ട് ഉടനെ വെയിലത്തോട്ട് ഇറങ്ങുകയും ചെയ്തത്. അതുകൊണ്ട് നമ്മൾ തലേ ദിവസം ചെയ്യുന്നതാണ് നല്ലത്, എവിടെയെങ്കിലും പോകാനുള്ളപ്പോൾ. ഇപ്പം നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും വൈകിട്ടേ ചെയ്യാവുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ എങ്ങോട്ട് ഇറങ്ങത്തില്ലല്ലോ. അപ്പം ഇതിൻ്റെ മസാജും കഴിഞ്ഞു. ഇനി നമുക്കിത് തുടച്ച് മാറ്റാം. ഇനി നമുക്ക് ഒരേ ഒരു സ്റ്റെപ്പും കൂടെ ഉള്ളതിന് കണ്ടോ. ഇത് കണ്ടോ, 3 സ്റ്റെപ്പ് ചെയ്തപ്പോൾ തന്നെ നമ്മുടെ ഫേസിൻ്റെ മാറ്റം കണ്ടോ. നല്ല ഗ്ലോയൊക്കെ നമുക്ക് കിട്ടും. ഫേസിന് നല്ല ബ്രൈറ്റ്നസ്സും കിട്ടും കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്. ഇത് ഞാൻ ചെയ്യുന്നതാണ്. ഇപ്പം എൻ്റെ അനുഭവത്തിലൂടെയുള്ള ടിപ്സ് ഞാൻ നിങ്ങൾക്കും കൂടെ പറഞ്ഞു തന്നെന്ന് മാത്രമേ ഉള്ളൂ. ചിലവർ വിചാരിക്കും പിന്നെ വ്യൂസിന് വേണ്ടിയിട്ടാണ് ഇവൾ ഈ കാണിക്കുന്നതൊക്കെ. നല്ല കേട്ടോ. അങ്ങനെ നമുക്ക് വ്യൂസ് കിട്ടണമെന്ന് ആഗ്രഹമില്ല. നമുക്കുള്ള വ്യൂസൊക്കെ മതിയെന്നേ. അല്ലാണ്ട് ഇപ്പം എന്തുവാ, നമുക്കറിയാവുന്ന കാര്യങ്ങൾ നമ്മുടെ കൂട്ടുകാർക്കും കൂടെ പങ്കുവെച്ച് കൊടുക്കുന്നു. അതാണ് ഒരു സന്തോഷം. അല്ലാണ്ട് ഇതിനകത്ത് വ്യൂസിൻ്റെ കാര്യങ്ങളൊന്നും അല്ല കൂടുതൽ സന്തോഷമുള്ളത് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അറിയാൻ വയ്യാത്ത കാര്യം എന്നാ നമ്മൾ അറിയാൻ വയ്യാത്തവർക്ക് ഈ കാര്യം, നമുക്കറിയാവുന്ന കാര്യം അറിയാൻ വയ്യാത്തവർക്ക് പങ്കുവെച്ച് കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. അല്ലാണ്ട് ചിലവർ പറയും നെഗറ്റീവ് കമൻറ്റ്. പിന്നെ നെഗറ്റീവ് ഇടുന്നവർ നെഗറ്റീവ് തന്നെ ഇട്ടുകൊണ്ടിരിക്കുമല്ലോ. അവർക്ക് എന്താ പറയാൻ പറ്റാത്തത് പറയട്ടല്ലേ. അപ്പം നമ്മുടെ 3 സ്റ്റെപ്പും കഴിഞ്ഞു കണ്ടോ. 3 സ്റ്റെപ്പും കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ഫേസിലെ മാറ്റം നന്നായിട്ട് നമുക്ക് അറിയാനായിട്ട് പറ്റുന്നുണ്ട്. എനിക്ക് നന്നായിട്ട് അറിയാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്കും അറിയാൻ പറ്റുമെന്ന് തന്നെ വിചാരിക്കുന്നു. പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നമ്മുടെ വീഡിയോയുടെ എന്തെങ്കിലും ക്ലാരിറ്റി കുറവോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഇതിനകത്ത് ക്ലാരിറ്റി കുറവാണ്. ഇതിനകത്ത് നല്ല ക്ലാരിറ്റി ഉണ്ടെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ ഇനി മറ്റുള്ളവർ കണ്ട അഭിപ്രായങ്ങൾ പറയുമ്പോഴല്ലേ നമുക്കത് അറിയാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം നമ്മുടെ 3 സ്റ്റെപ്പും പൂർത്തീകരിച്ചു. ഇനി 4ാമത്തെ ഒരേ ഒരു സ്റ്റെപ്പേ ഉള്ളൂ. അത് ഞാൻ എന്താണെന്ന് ഇപ്പം കാണിച്ചു തരാം. അതിനകത്ത് നമ്മൾ മെയിനായിട്ട് എടുക്കേണ്ട സാധനം, ഈ 4 സ്റ്റെപ്പിലും മെയിനായിട്ട് എടുക്കേണ്ട കാര്യം ഈ അരിപ്പൊടി കുറുക്കിയതാണ്. എടുക്കട്ടെ. അരിപ്പൊടി കുറുക്കിയത് എടുത്തു. ഇനി ഇതിനകത്തോട്ട് ചേർക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഞാൻ ഒരു തക്കാളി മിക്സിയിലിട്ട് അരച്ചെടുത്തിരിക്കുന്നതാണ്. ജ്യൂസായിട്ട് എടുത്തിരിക്കുന്നതല്ല. തക്കാളി ചെറുതായിട്ട് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുത്തിരിക്കുന്നതാണ്. നന്നായിട്ട് അരച്ചെടുത്തിരിക്കുന്നതാണ്. അതിനകത്ത് ഞാൻ ജ്യൂസ് മാത്രമല്ല പിഴിഞ്ഞ് വെച്ചിരിക്കുന്നത്. കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റുമല്ലോ. ഇനി ഇതാണ് ഇതിനകത്തോട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്നത്. താഴെ പോയാൽ പിന്നെ നിങ്ങളിപ്പോൾ ഇന്ന് ചെയ്തിട്ട് ഇതിനകത്ത് കുറച്ച് മിച്ചമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. പക്ഷേ അത് ഒത്തിരി ദിവസം ഫ്രിഡ്ജിൽ സൂക്ഷിക്കരുത് കേട്ടോ. ഒരുപാട് ദിവസം സൂക്ഷിക്കരുത്. ഒരു 3 ദിവസമോ 4 ദിവസമോ അതിൽ കൂടുതൽ സൂക്ഷിക്കരുത്. ശകലം കൂടെ ഇടട്ടെ. ഇതെനിക്കിപ്പോൾ എല്ലാത്തിൽ നിന്നും കുറേശ്ശെ മിച്ചം വന്നിട്ടുണ്ട്. ഞാനതൊരു ചെറിയ തക്കാളിയാണ് എടുത്തത്. എന്നിട്ട് മിച്ചം വന്നിട്ടുണ്ട്. നമ്മുടെ ഫേസ് കുഞ്ഞി ഫേസ് അല്ലേ, അപ്പം അതിനുള്ളത് മാത്രം മതിയല്ലോ. അപ്പം എന്താ, തക്കാളി അരച്ചതും നമ്മുടെ അരിപ്പൊടി കൂട്ടിയതും കൂടാണ് ഇനി അടുത്തത് നമ്മൾ ഫേസിലേക്ക് ഇടാൻ പോകുന്നത്. ഇത് നമ്മുടെ പായ്ക്കാണ്. അപ്പം നമ്മുടെ പായ്ക്ക് തയ്യാറായി. ഇനി നമുക്കിത് ഫേസിലേക്ക് ഇട്ട് കൊടുക്കാം.
നമ്മൾ ഈ 3 സ്റ്റെപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ ഉണ്ടല്ലോ നമ്മുടെ മുഖത്തോട് ഇങ്ങനെ നമ്മളിങ്ങനെ തൊടുമ്പോഴത്തേക്കുണ്ട് നല്ലൊരു ഫീലാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ മുഖം ഇത്രയും സോഫ്റ്റ് ആയോ എന്ന് പോലും ഞാൻ വിചാരിച്ചു. ഇത് ഡയമണ്ട് ഫേഷ്യലാണ്. ഡയമണ്ട് ഫേഷ്യൽ ചെയ്താലത്തെ അവസ്ഥ എല്ലാവർക്കും അറിയാമല്ലോ എൻ്റെ പൊന്നോ. ഡയമണ്ടിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാം. ഞാനിനി അതൊന്നും പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല എൻ്റെ കൂട്ടുകാരോട്. അപ്പോൾ ഇത് നമ്മുടെ ഫേസിൽ ചെയ്ത് കഴിഞ്ഞാൽ മുഖം ഇങ്ങനെ നമ്മുടെ മലയാളത്തിൽ ഇപ്പം വെട്ടിത്തിളങ്ങും എന്നൊക്കെ പറയാൻ പറ്റുമല്ലോ. അപ്പം വെട്ടിത്തിളങ്ങും നമ്മുടെ ഫേസ് കേട്ടോ. അതുകൊണ്ട് എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. സൂപ്പർ പാക്കാണിത്. ഇതൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പ്രയോഗിക്കാറുണ്ട്. എന്നാൽ ഇപ്പം നിങ്ങൾ ചോദിക്കുക എന്നാ മുഖം കണ്ടുവച്ചാലും മതിയല്ലോ എന്ന് വരും നെഗറ്റീവ് കമൻറ്റ്. ഈ പറയുന്ന ഇതെല്ലാം ചെയ്യുമല്ലോ എന്നിട്ട് മുഖം ഇരിക്കുന്നത് കണ്ടുവച്ചാലും മതി എന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട്. പറയട്ടെ, നമ്മളെ ഇപ്പം വേദനിപ്പിക്കണം എന്ന് തോന്നുന്നവർക്ക് അത് വേദനിപ്പിച്ചേ മതിയാകും. പക്ഷേ ഉണ്ടല്ലോ നമ്മൾ വേദനിക്കാൻ നിന്നു കൊടുക്കരുത്. അതാണ് എൻ്റെ ഒരു പോളിസി. അയ്യോ അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്ന് ചോദിക്കരുത്. അപ്പം അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യരുത് കേട്ടോ ആരും. അതുകൊണ്ട് നമുക്ക് നമ്മുടേതായ ഒരു കാഴ്ചപ്പാടുണ്ട്. അതനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകുക, അത്രേ ഉള്ളൂ കേട്ടോ. നന്നായിട്ട് ഒരുവിധം കട്ടിക്ക് തന്നെ ഫേസിൽ ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഇത് വെച്ചുകൊണ്ടിരിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 20 മിനിറ്റ്. മറ്റേ സ്റ്റെപ്പ് ഒന്നും നമ്മൾ ഫേസിൽ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പയ്യനെ അതൊക്കെ തേച്ച് കഴിഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് മസാജ് കൊടുത്തതിന് ശേഷം ആ സ്റ്റെപ്പിലെല്ലാം അത് നമുക്ക് കഴുകി കളയോ തുടച്ച് കളയോ എന്ത് വേണേലും ചെയ്യാം. പക്ഷേ ഈ ഒരു സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു 20 മിനിറ്റ് നമ്മുടെ ഫേസിൽ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കണം കേട്ടോ. 20 മിനിറ്റ് വെക്കണം. 20 മിനിറ്റ് വെക്കുക മാത്രമല്ല, ചില മടിച്ചുകളി ലാസ്റ്റത്തെ സ്റ്റെപ്പ് മാത്രം ചെയ്യും. ഈ ലാസ്റ്റത്തെ സ്റ്റെപ്പ് മാത്രം ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള എഫക്റ്റ് കിട്ടില്ല. ഞാൻ ഒന്നും കൂടെ പറയുവാണ്, ഒരു സ്റ്റെപ്പ് പോലും ഇതിനകത്ത് വിടാൻ പാടില്ല. ഒറ്റ സ്റ്റെപ്പും വിടരുത്. 4 സ്റ്റെപ്പും ചെയ്താൽ മാത്രമേ നമുക്കിതിൻ്റെ ഒരു പ്രയോജനം നമുക്ക് കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പം ഈ 4 സ്റ്റെപ്പും ഇതിനകത്തൊന്നും ഒരു സ്റ്റെപ്പ് പോലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല കേട്ടോ. കാരണം ഇതിനകത്ത് സ്കിപ്പ് ചെയ്യേണ്ട ഒരു സ്റ്റെപ്പും ഇല്ല. കാരണം എല്ലാം നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ മാത്രം ഇട്ട് ചെയ്തിരിക്കുന്ന ഫേസ് പാക്കാണിത്. അപ്പം ആരും ഒന്നും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. എല്ലാം നമ്മുടെ കയ്യിലുള്ളതാണ്. അരിപ്പൊടി നമ്മുടെ കയ്യിലുണ്ട്, തക്കാളി നമ്മുടെ കയ്യിലുണ്ട്, പിന്നെ അലോവരേ ഉള്ളൂ. അതിപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ എല്ലാവരും നട്ടു വളർത്തുന്നുണ്ട്. പിന്നെ അതിനും പാടൊന്നുമില്ല. പിന്നെ പഞ്ചസാര, തേൻ, ഇതൊക്കെ നമ്മുടെ വീടുകളിൽ എപ്പോഴും ഉള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു സ്റ്റെപ്പ് പോലും സ്കിപ്പ് ചെയ്യാനായിട്ട് പാടില്ല കണ്ടോ. 20 മിനിറ്റ് വെക്കണം. 20 മിനിറ്റിന് ശേഷം നമുക്കിത് കഴുകിക്കളയാം. അപ്പോൾ 20 മിനിറ്റ് ആകട്ടെ. 20 മിനിറ്റ് ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും. 20 മിനിറ്റിന് ശേഷം കേട്ടോ. അപ്പോൾ 20 മിനിറ്റായി. 20 മിനിറ്റ് ആകുമ്പോഴത്തേക്കും അരിപ്പൊടിയല്ലേ, അപ്പോൾ ഒരു വലിച്ചിലുണ്ടാകും. അപ്പം ശരിക്കും 20 മിനിറ്റ് ഓരോരുത്തരുടെ സ്കിന്നിൻ്റെ പോലെ ഇരിക്കും. ചിലവരുടെ സ്കിന്നിൽ 20 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് ശരിക്കും അങ്ങ് വലിച്ചിലുണ്ടാകും, ഉണങ്ങും. ചിലവരുടെ സ്കിൻ അങ്ങനെ ആയിരിക്കത്തില്ല, ഒരു നനവൊക്കെ കാണും. പക്ഷേ എൻ്റെ സ്കിന്നിന് ചെറിയൊരു നനവൊക്കെ ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ 20 മിനിറ്റായി. 20 മിനിറ്റ് കൂടുതൽ വെക്കണ്ട കേട്ടോ. ഇനിയിപ്പം നമുക്കിത് തുടച്ച് മാറ്റാം. കണ്ടോ, നല്ല ഗ്ലോ ഇല്ലേ നമ്മുടെ ഫേസിന്? നോക്കിക്കേ, നല്ല ഗ്ലോ എന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ ഗ്ലോ ഉണ്ട് കണ്ടോ. നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾ ചെയ്ത് നോക്കുമ്പോഴേ അത് പറഞ്ഞാൽ മനസ്സിലാകത്തുള്ളൂ. ഇപ്പം ഞാനിങ്ങനെ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും കുറേ പേര് പറയും നല്ലതാ ചേച്ചി, സൂപ്പറാന്ന് പറയും. ചിലവർ പറയും ഞങ്ങൾക്കൊന്നും തോന്നുന്നില്ല എന്ന് പറയും അല്ലേ. ആൾക്കാർ പല വിധമല്ലേ. ഇപ്പം നമുക്കതൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷേ എനിക്ക് നല്ല ഗ്ലോ തോന്നിക്കുന്നുണ്ട്. നമുക്ക് നമ്മുടെ ഫേസ് കണ്ടാൽ അറിയാൻ പറ്റുമല്ലോ. ഇത് ചെയ്യുന്നതിന് മുന്നുള്ള ഫേസും ചെയ്ത് കഴിഞ്ഞുള്ള ഫേസും നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നന്നായിട്ട് അറിയാൻ പറ്റും. ഞാൻ കഴുത്തേലും ചെയ്തായിരുന്നു. അപ്പോൾ കഴുത്തും കൂടെ ഒന്ന് തുടക്കി. കണ്ടോ, നല്ല മാറ്റമല്ലേ നമ്മുടെ ഫേസിൽ? നല്ല സൂപ്പർ മാറ്റമാണ്. ഇനി നമുക്ക് കഴുകിയാൽ മതി. ഇനി മുഖം ഒന്ന് കഴുകണം കേട്ടോ. നല്ല മാറ്റമുണ്ട്. അപ്പോൾ എല്ലാവരും എന്തായാലും ചെയ്ത് നോക്കണം കേട്ടോ. നല്ല മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മാറ്റമുണ്ട് കണ്ടോ. നല്ല മാറ്റമുണ്ട്. ഇപ്പോൾ എൻ്റെ മുഖത്തങ്ങനെ വലിയ പാടൊന്നുമില്ല. പാടൊക്കെ നന്നായിട്ടുണ്ടായിരുന്ന ഒരാളായിരുന്നു ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ ഓരോന്ന് ചെയ്ത് ഇങ്ങനെ മാറിയതായിട്ടോ കണ്ടോ. നല്ല ഗ്ലോ ഉണ്ട്. എനിക്കിങ്ങനെ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ട് നമ്മുടെ ഫേസിലെ ആ മാറ്റം. അതുകൊണ്ട് എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. ഞാൻ ഫേസ് ഒന്ന് നന്നായിട്ട് കഴുകിയിട്ടൊക്കെ വരാം കേട്ടോ.
അപ്പം എന്താ ഞാൻ മുഖമൊക്കെ നന്നായിട്ട് കഴുകി നല്ല സൂപ്പർ ഗ്ലോ കേട്ടോ. ഞാനിപ്പോൾ കണ്ണാടി പോയി നോക്കിയിട്ട് വന്ന കഴുകി കഴിഞ്ഞിട്ട് ഞാൻ ഓടിപ്പോയി കണ്ണാടി നോക്കിയപ്പോഴത്തേക്കും ഞാൻ ഓർത്തു യൂ നല്ല മാറ്റം ഉണ്ടല്ലോ, നല്ല മാറ്റമുണ്ട് കേട്ടോ. നല്ല മാറ്റം എന്ന് വെച്ചാൽ നല്ല മാറ്റമുണ്ട്. ഇതൊരു 6 ദിവസം വരെ മാക്സിമം നിൽക്കത്തുള്ളൂ. നമ്മൾ അതുപോലെ സൂക്ഷിക്കണം കേട്ടോ. പിന്നെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ആരും പോയി സോപ്പിനകത്തിട്ട് മോന്ത ഇങ്ങനെ കുഴച്ചുകൊണ്ട് ആരും വരരുത്. സോപ്പ് ഉപയോഗിക്കരുത്. വെറുതെ സാധാരണ വെള്ളം ഉപയോഗിച്ചിട്ട് കഴുകിയേച്ചാൽ മതി. അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.